ഇതുവരെ നമ്മൾ സംസാരിച്ചത് ലോക ഫുട്ബോളിന്റെ സിംഹാസനം മടക്കി വാഴുന്ന ഇതിഹാസങ്ങളെയും അവരുടെ കിരീട പ്രതീക്ഷകളുടെയും കഥകളാണ്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുട്ബോളിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന പോരാട്ടത്തിന്റെ അധ്യായമാണ്. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ശേഷമുള്ള ഫുട്ബോൾ യുഗത്തിൽ ലോക ഫുട്ബോളിലെ നമ്പർ 1 എന്ന് കരുതപ്പെടുന്ന 2 യുവപ്രതിഭകൾ നേർക്കുനേർ വരുന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ്. അതാണ് ഗ്രൂപ്പ് ഐ. എർലിംഗ് ഹാലൻഡിന്റെ നോർവേയും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും മുഖാമുഖം വരുന്ന ആവേശത്തിന്റെ കൊടുമുടി കയറുന്ന ഈ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ ഉദയമാണ് നോർവ ദേശീയ ടീം. 1994, 1998 ലോകകപ്പുകളിൽ പങ്കെടുത്ത ഒരു പാരമ്പര്യം അവർക്കുണ്ടെങ്കിൽ പോലും നിലവിലെ ലോകകപ്പിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. ഈ ടീമിന്റെ എല്ലാ പ്രതീക്ഷകളും ഊർജവും എർലിംഗ് ഹാലൻഡ് എന്ന പ്രതിഭയിൽ തന്നെയാണ്. ഗോൾ വേട്ടയുടെ പുതിയ വ്യാകരണം എഴുതുന്ന ഹാലൻഡിന്റെ അവിശ്വസനീയമായ ഫിസിക്കൽ കരുത്തും അതിവേഗതയും എതിരാളികളുടെ വല കുലുക്കാനുള്ള നിശ്ചയദാർഢ്യവും നോർവയ്ക്ക് ലോകോത്തര നിലവാരം നൽകുകയാണ്. ഒറ്റക്ക് കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കഴിവുള്ള തന്ത്രജ്ഞനാണ് എർലിംഗ് ഹാലൻഡ്. കൂടാതെ മാർട്ടിൻ ഒഡേഗാർഡാണ് ടീമിന്റെ തലച്ചോറ്. മികച്ച വിഷനും പാസിംഗ് കഴിവും കൊണ്ട് ഒഡേഗാർഡ് ടീമിന്റെ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് പോലുള്ള വമ്പന്മാർക്കെതിരെ ഹാലൻഡിന്റെ മാസ്മരിക പ്രകടനവും നോർവയ്ക്ക് സ്വപ്നതുല്യമായ മുന്നേറ്റം നൽകുമെന്നാണ് ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ എംബാപ്പയും ഹാലൻഡും നേർക്കുനേർ വരുന്ന മത്സരം തീർത്തും ഒരു ക്ലാസ് പോരാട്ടം തന്നെയായിരിക്കും. ആധുനിക ഫുട്ബോളിലെ അപ്രമാദിത്യം തെളിയിച്ച ഒരു ടീമാണ് ഫ്രാൻസ് ദേശീയ ടീം. 2018 ലോകകപ്പ് ചാമ്പ്യന്മാരും 2022 റണ്ണേഴ്സ് അപ്പുമായവർ ലോകകപ്പ് വേദിയിലെ സ്ഥിരതയുടെയും വിജയത്തിന്റെയും പര്യായമാണ്. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് അവരുടെ സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ്. ഓരോ പൊസിഷനിലും ലോകോത്തര നിലവാരമുള്ള കളിക്കാരെ അണിനിരത്താനുള്ള കോച്ച് ദിദിയർ ദശാംശിന്റെ കഴിവ് അവരെ തോൽപ്പിക്കാൻ പ്രയാസമുള്ളവരാക്കി മാറ്റുന്നു. ഈ ടീമിന്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കിലിയൻ എംബാപ്പയാണ്. അതിവേഗവും ഗോളടിക്കാനുള്ള കഴിവും സമ്മർദ്ദ നിമിഷങ്ങളിലെ പ്രകടനവും എന്നിവ കൊണ്ട് എംബാപ്പെ ഫ്രാൻസിന്റെ കിരീട പ്രതീക്ഷകൾക്ക് കരുത്തേക്കുകയാണ്. ഗ്രൂപ്പ് ഐയിൽ ഹാലൻഡിന്റെ നോർവേയുമായി എംബാപ്പയുടെ ഫ്രാൻസ് ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ ലോകം തങ്ങളുടെ കണ്ണുകൾ ഈ പോരാട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ ഭാവി രാജാക്കന്മാരുടെ പോരാട്ടം ലോകകപ്പിലെ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും. പ്രതിരോധത്തിലും ആക്രമണത്തിലും താരങ്ങൾ കൊണ്ട് നികിടമായതുകൊണ്ട് തന്നെ ആരെല്ലാം ഫ്രാൻസ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്നത് സംശയാതീതമാണ്. 2026 ലോകകപ്പിലെ കിരീടം തങ്ങളുടെ കൈകളിൽ ഭദ്രമാക്കാൻ ഫ്രാൻസ് ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. അവർ പലകുറി അവരുടെ പോരാട്ട വീര്യം തെളിയിച്ചത് കൊണ്ട് തന്നെ ഫ്രാൻസ് നാഷണൽ ടീം വേൾഡ് കപ്പിലെ ഫേവറേറ്റുകൾ തന്നെയാണ്. ആഫ്രിക്കൻ ഫുട്ബോളിലെ നിലവിലെ രാജാക്കന്മാരും വൻകരയിലെ ഏറ്റവും ശക്തരുമാണ് സെനഗൽ ടീം. 2021 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കിരീടം നേടിയവർ ആഫ്രിക്കൻ ഫുട്ബോളിലെ തങ്ങളുടെ ആധിപത്യം തെളിയിച്ചവരാണ്. 2002 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ അവരുടെ ചരിത്രം ഏത് വമ്പൻ ടീമിനെയും നെട്ടിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. സെനഗലിന്റെ പ്രധാന ശക്തി അവരുടെ കായിക ശേഷിയും യൂറോപ്യൻ ടീമുകളിലെ പരിചയ സമ്പന്നതയുമാണ്. മുൻനിരയിൽ സാദിയോ മാനയുടെ സാന്നിധ്യം ടീമിന്റെ ആക്രമണങ്ങൾക്ക് തീവ്രത നൽകുന്നു. മാനയുടെ വേഗത, ലക്ഷ്യബോധം, കഠിനാധ്വാനം എന്നിവ എതിരാളികൾക്കെന്നും തലവേദനയാണ്. മാനെ ആഫ്രിക്കൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന താരമാണ്. പ്രതിരോധ നിരയിൽ കൗലിബലി പോലുള്ള കരുത്തായ താരങ്ങൾ പ്രതിരോധത്തിന് വലിയ ഉറപ്പ് നൽകുന്നു. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ്, നോർവ തുടങ്ങിയ ടെക്നിക്കൽ ടീമുകൾക്കെതിരെ തങ്ങളുടെ ഫിസിക്കൽ ഗെയിമിലൂടെയും കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രങ്ങളിലൂടെയും അപ്രതീക്ഷിത ഫലങ്ങൾ കൊണ്ടുവരാൻ സെനഗലിന് കഴിയുമെന്ന് തന്നെയാണ് ആഫ്രിക്കൻ പോരാളികൾ കരുതുന്നത്. ഗ്രൂപ്പ് ഐയിലെ 4ാമത്തെ ടീം എന്നത് വിവിധ കോൺഫെഡറേഷനുകളിൽ നിന്നുള്ള ടീമുകൾ ഉൾപ്പെടുന്ന ഇന്റർ കോൺഫെഡറൽ പ്ലേ ഓഫ് റൗണ്ടിൽ വിജയിച്ചു വരുന്ന ഒരു ടീമായിരിക്കും. ലോകകപ്പ് വേദിയിലെത്താൻ അവസാനമായി പോരാടി വിജയിച്ചെത്തുന്ന ഈ ടീം വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചതിന്റെ ആത്മവിശ്വാസവും കൊണ്ടാകും വരുന്നത്. ഈ പ്ലേ ഓഫ് ടീമിന്റെ വരവോടെ ഗ്രൂപ്പ് ഐയിലെ മത്സരങ്ങൾ കൂടുതൽ അപ്രവചനീയമാകും. ലോകോത്തര ടീമുകൾക്കെതിരെ കളിക്കുന്നതിനുള്ള വലിയ അവസരമായിരിക്കും ഇത്. നോർവേ, ഫ്രാൻസ്, സെനഗൽ എന്നിവർക്കെതിരെ അപ്രതീക്ഷിത ഫലങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ എന്നതും കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്.